1992 ഇതുപോലെ ഒരു ഡിസംബർ 6 മധ്യാഹ്നം ഇന്ത്യയുടെ ആത്മാവിനെ ചവിട്ടിമെതിച്ച് ഒരു ജനാവലി ഒഴുകിയെത്തുകയായിരുന്നു. അങ്ങ് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാംകോട്ടിലേക്ക്. ഉച്ചസ്ഥായിലുള്ള അവരുടെ ആക്രോശത്തിൽ ജയ് ശ്രീറാം ഹരേ റാം മാത്രം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി നിലകൊണ്ട ഒരു വലിയ പ്രതീകത്തെ ആക്രമിച്ച് കീഴടക്കി. ആ രക്തം കൊണ്ട് ഇന്ത്യൻ ചരിത്രം തിരുത്തിയെഴുതാൻ എത്തിപ്പെട്ടവരായിരുന്നു കർസേവകർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വർഗീയവാദികൾ. വന്ന ജനമല്ല, അവർക്ക് പിന്നിലെ പ്രേരക ശക്തികളായിരുന്നു വർഗീയ വിഷം. അവർ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ഭ്രാന്തമായി പാഞ്ഞുകയറി. കുന്തവും വാളും ശൂലവും മഴുവും തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ വെട്ടി തുണ്ടം തുണ്ടമാക്കി. ഇന്ത്യ കറുത്തു. ഇന്ത്യയുടെ ആത്മാവ് കീറി രക്തം ചീറ്റി. ഇന്ത്യയുടെ സ്പന്ദനമറ്റ് ഇന്ത്യ പിടഞ്ഞു. ഇതിന്റെ പ്രായോജകർ പിന്നീട് ഇന്ത്യയിൽ ഭരണത്തിലും ഏറി. അന്നവർ ആ കർസേവകരിലൂടെ കുത്തിവെച്ച വർഗീയ കാളകൂടം ഇന്ന് ഇന്ത്യയെ കാർന്നു തിന്നുകയാണ്. ഇന്ന് ഒരു ക്യാൻസർ പോലെ ഇന്ത്യയുടെ അവയവങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ക്യാൻസറിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനാണ് രാഹുലിന്റെ പോരാട്ടം. വർഗീയ വിഷങ്ങളെന്ന ഭാരതത്തെ ശുദ്ധീകരിക്കാൻ തന്റെ പിതാവും മുത്തശ്ശിയും പിന്മുറക്കാരും സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച ഇന്ത്യ ഇന്ന് വർഗീയ രാക്ഷസന്മാരുടെ കാലിനിടയിൽ കിടന്ന് പിടയുന്നത് കാണാൻ കേൾപ്പില്ലാതെ രക്ഷാദൗത്യവുമായാണ് രാഹുൽ സ്വയം ബലികൊടുക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മോചനത്തിനായി ഭാരത് ജോഡോ യാത്ര പോലെ അനേകം പ്രതിഷേധ സമരങ്ങൾ രാഹുൽ നയിക്കുമ്പോൾ ഭരണകൂടത്തിന് തെല്ലൊന്നുമല്ല വിറളി പിടിപ്പിക്കുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം എല്ലാം നിഷേധിച്ച് കാടത്തപരമായ നീക്കങ്ങളാണ് മോദി നടത്തുന്നത്. രാഹുലിന്റെ ഒരു ചെറു നീക്കം പോലും കേന്ദ്രത്തിന് പേടിയായിട്ടുണ്ട്. ഭയക്കണം. കാരണം നെഞ്ചിൽ കൈവച്ചിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ രക്ഷകനാണ്. പുതിയ കാലത്തിന്റെ തീജ്വാല. ആ അഗ്നിയുടെ ഒരു നാമ്പ് മതി വർഗീയ പേക്കൂത്തിനെ ഭസ്മമാക്കാൻ. സൂക്ഷിക്കണം BJPയും മോദിയും. രാഹുലിന്റെ തണലിൽ ഇന്ത്യ ഉണരുകയാണ്. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു നേതൃത്വത്തിന്റെ പ്രതീക്ഷയിലാണ് ഇന്ന് ഇന്ത്യൻ ജനത. ആ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലുമേൽക്കില്ല എന്ന് ഉറപ്പുണ്ട് നമ്മുടെ ഈ ഇന്ത്യയുടെ പൊതുജനത്തിന്, നമ്മുടെ ജനാധിപത്യത്തിന്. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.